Hello dear friends, today we can discuss congenital heart diseases. പീഡിയാട്രിക് കാർഡിയോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. ഇതൊരു 2-3 പോർഷനിലൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. പാർട്ട് 1 ആണ്. ലിസൺ കെയർഫുള്ളി. ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് സൈനോട്ടിക് ആൻഡ് അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഇഫ് ദ ഡിഫക്ട് ലോവേഴ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബോഡി ഇറ്റ് ഈസ് കോൾഡ് സൈനോട്ടിക്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ആ ഡിഫക്റ്റ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. ഇഫ് ദ ഡിഫക്ട് ഡസൻറ്റ് അഫക്ട് ഓക്സിജൻ ഇൻ ദ ബോഡി ഇറ്റ് ഈസ് കോൾഡ് അസൈനോട്ടിക്. നമ്മുടെ ആ ഒരു ഡിഫക്റ്റ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നില്ലെങ്കിൽ അതിനെ അസൈനോട്ടിക് അല്ലെങ്കിൽ അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയാം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അസൈനോട്ടിക് ആൻഡ് സൈനോട്ടിക്. നമുക്ക് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസിനെ അസൈനോട്ടിക് സൈനോട്ടിക് എന്ന് രണ്ടായിട്ട് തിരിക്കാം. സോ അസൈനോട്ടിക്കിൽ ദർ വിൽ ബി ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ. അപ്പൊ അസൈനോട്ടിക്കിൽ പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത്. സോ ദർ വിൽ നോട്ട് ബി ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ അവർ ബോഡി. അപ്പോൾ സൈനോസിസ് അവിടെ ഉണ്ടാവില്ല. ഇൻക്രീസ് പൾമണറി ബ്ലഡ് ഫ്ലോ. ദെൻ ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഫ്രം വെൻട്രിക്കിൾ. സോ അസൈനോട്ടിക്കിൽ തന്നെ പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുകയും ഒബ്സ്ട്രക്ഷനും ഉണ്ട്. ഒബ്സ്ട്രക്ഷൻ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ഫ്ലോ പോകുമ്പോഴുള്ള ഒബ്സ്ട്രക്ഷൻ നമുക്ക് അസൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ വരുന്നതാണ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. സൈനോട്ടിക്കിലാണെങ്കിൽ ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ. പൾമണറി ബ്ലഡ് ഫ്ലോ ലങ്സിലേക്കുള്ള ആ ഒരു ഓക്സിജനേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതർ ടൈപ്പ് ഈസ് മിക്സഡ് ബ്ലഡ് ഫ്ലോ. അപ്പൊ സൈനോട്ടിക്കിൽ തന്നെ പൾമണറി ബ്ലഡ് ഫ്ലോ കുറയുന്നുമുണ്ട്, മിക്സഡ് ബ്ലഡ് ഫ്ലോ ഉണ്ട്. അപ്പൊ അസൈനോട്ടിക്കിൽ ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോയിൽ വരുന്ന വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റും അയോട്ടിക് സ്റ്റെനോസിസും ടെട്രോളജി ഓഫ് ഫല്ലറ്റും ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ ഇന്ന് അസൈനോട്ടിക്കിലുള്ള 2 കണ്ടീഷൻ ആയിട്ടുള്ള വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റും അയോട്ടിക് സ്റ്റെനോസിസും അതുപോലെ സൈനോട്ടിക്കിലുള്ള വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനായ ടെട്രോളജി ഓഫ് ഫല്ലറ്റും ആണ് നോക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ നമ്മൾ പഠിച്ചു പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്ന കണ്ടീഷനാണ് ആർട്ടറിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്, ആർട്ടറിയോ വെൻട്രിക്കുലർ കനാൽ. ഇനി ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഫ്രം വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് ഒബ്സ്ട്രക്ഷൻ ആകുന്ന കണ്ടീഷനാണ് കോആക്ഷൻ ഓഫ് അയോട്ട, കോആക്ടേഷൻ ഓഫ് അയോട്ട എന്നാണ്. അയോട്ടിക് സ്റ്റെനോസിസ്, പൾമോണിക് സ്റ്റെനോസിസ്. ഇനി പൾമണറി ബ്ലഡ് ഫ്ലോ കുറയുന്ന കണ്ടീഷനാണ് ടെട്രോളജി ഓഫ് ഫല്ലറ്റ്, ട്രൈക്കസ്പിഡ് അട്രീഷ്യ. മിക്സഡ് ബ്ലഡ് ഫ്ലോ ആണ് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ടോട്ടൽ അനോമലസ് പൾമണറി വീനസ് റിട്ടേൺ, ട്രങ്കസ് ആർട്ടീരിയോസസ്, ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രം. ഇതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആണ്. വാട്ട് ഈസ് ദ കോമൺ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് വെച്ചാൽ VSD ആണ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റും വാട്ട് ഈസ് ദ കോമൺ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെട്രോളജി ഓഫ് ഫല്ലറ്റ് ആണ്. അപ്പൊ നമ്മൾ VSDയും അയോട്ടിക് സ്റ്റെനോസിസും ടെട്രോളജി ഓഫ് ഫല്ലറ്റും ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ സൈനോട്ടിക് ഹാർട്ട് ഡിഫക്റ്റ്? വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, ആർട്ടറിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, aortic stenosis, tetralogy of Fallot. Correct answer is tetralogy of Fallot. So tetralogy of Fallot is a cyanotic heart defect. Other ventricular septal defect, arterial septal defect and aortic stenosis are the acyanotic heart disease. നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞതാണ്. Second question, tetralogy of Fallot include all of the following condition except overriding aorta, pulmonic stenosis, patent ductus arteriosus, right ventricular hypertrophy. Correct answer is patent ductus arteriosus. അപ്പം tetralogy of Fallot വരുന്ന കണ്ടീഷൻ ആണ് overriding aorta, pulmonic stenosis and right ventricular hypertrophy. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ these 4 condition, overriding aorta, pulmonary valve stenosis and ventricular septal defect, right ventricular hypertrophy. ഈ ഒരു 4 കേസാണ് ടെട്രോളജി ഓഫ് ഫാലറ്റിൽ വരുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യന് വരാം. ഈ 4 കേസ് നിങ്ങൾ പഠിച്ചു വെക്കുക, അതിന് എളുപ്പമുണ്ട്. OPVR എന്ന് വെച്ചാൽ OPV നമ്മുടെ ഒരു വാക്സിൻ ആണ് OPV. അപ്പൊ OPVR അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്കിത് 4 കേസ് നമുക്ക് ഓർക്കാം. ടെട്രോളജി ഓഫ് ഫാലറ്റിലുള്ള ഓവർറൈഡിങ് അയോട്ട, OPVയുടെ ആദ്യ O, പൾമണറി വാൽവ് സ്റ്റെനോസിസിൽ P യുടെ പൾമണറി വാൽവ് സ്റ്റെനോസിസ്, V വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആൻഡ് R റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. Most common cause
ഓഫ് ബ്ലൂ ബേബി സിൻഡ്രം. അപ്പം ടെറ്റ് സ്പെൽസ് അല്ലെങ്കിൽ ബ്ലൂ സ്പെൽസ് കോമൺ ആയിട്ട് കാണുന്നതാണ് ടെട്രോളജി ഓഫ് ഫാലറ്റിൽ. പ്രത്യേകിച്ചും 2 to 3 months ഓൾഡ് ആയിട്ടുള്ള ഇൻഫൻസ് ഒന്ന് കരയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ ശരീരം ബ്ലൂ കളർ ആകുന്നു. ഇപ്പം എസ്പെഷ്യലി ലിംബ്, അതുപോലെ നെയിൽസ് ഭാഗമൊക്കെ ബ്ലൂ കളർ ആകും. ദാറ്റ് ഈസ് ബ്ലൂ ബേബി സിൻഡ്രം. ദെൻ ഹാർഷ് സിസ്റ്റോളിക് മർമർ വിത്ത് പാൽപ്പബിൾ ത്രിൽ. അപ്പം ടെട്രോളജി ഓഫ് ഫാലറ്റിൽ ഉണ്ടാകുന്നതാണ് ഹാർഷ് സിസ്റ്റോളിക് മർമർ വിത്ത് പാൽപ്പബിൾ ത്രിൽ. ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്, ടെട്രോളജി ഓഫ് ഫാലറ്റിൽ ഉണ്ടാകുന്നതാണ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ഇപ്പൊ എക്സ്റേ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണാറുണ്ട്. ടെറ്റ് സ്പെൽസ് അല്ലെങ്കിൽ ബ്ലൂ സ്പെൽസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് ക്ലബിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ടെറ്റ് സ്പെൽസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓക്സിജനേഷൻ വളരെ കുറയുകയാണ്. ലങ്സിലേക്കുള്ള ഓക്സിജനേഷൻ വിൽ റെഡ്യൂസ്. ദാറ്റ് ടൈം ദ ഡോക്ടേഴ്സ് വിൽ അഡ്വൈസ് ദ ഇൻഫന്റ് ഷുഡ് പൊസിഷൻ ഐദർ സ്ക്വാറ്റിംഗ് ഓർ നീ ചെസ്റ്റ് പൊസിഷൻ. ഇപ്പൊ സ്ക്വാറ്റിംഗ് പൊസിഷനിൽ ഇപ്പം അബൌവ് 2 year ചൈൽഡ്, അപ്പോൾ 1 year ചൈൽഡ് ആണെങ്കിൽ, ടോഡ്ലർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓൾഡർ ചിൽഡ്രൻ ആണെങ്കിൽ സ്ക്വാറ്റിംഗ് പൊസിഷനിൽ ഇരിക്കാറുണ്ട് ടു ഇൻക്രീസ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ലങ്സ്. ഓർ സ്മോൾ ചൈൽഡ് ആണെങ്കിൽ നീ ചെസ്റ്റ് പൊസിഷനിൽ പിടിക്കാൻ ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പം സ്ക്വാറ്റിംഗ് പൊസിഷൻ, നീ ചെസ്റ്റ് പൊസിഷൻ ഓർക്കുക, ടെട്രോളജി ഓഫ് ഫാലറ്റ്. ദെൻ സർജറി, ദാറ്റ് ഈസ് SM ബ്ലാലോക്ടോസിക് ഓപ്പറേഷൻ ഓർ പോർട്ട് ഷണ്ട്. അപ്പൊ ഈ 2 സർജറിയാണ് ടെട്രോളജി ഓഫ് ഫാലറ്റിൽ നമ്മൾ സർജിക്കൽ മാനേജ്മെന്റ് ആയിട്ടുള്ള SM ബ്ലാലോക്ടോസിക് ഓപ്പറേഷൻ, പോർട്ട് ഷണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ചിത്രത്തിന്റെ സഹായത്തോടെ ഒന്ന് ശരിക്കും ഒന്നുകൂടെ പഠിക്കാം. ടെട്രോളജി ഓഫ് ഫാലറ്റ്, ഇത് 4 കണ്ടീഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ദർ ഈസ് റൈറ്റ് വെൻട്രിക്കിൾ. നമുക്ക് നോർമൽ അനാട്ടമി അറിഞ്ഞിരിക്കണം, ഹാർട്ടിന്റെ നോർമൽ അനാട്ടമി അറിഞ്ഞിരിക്കണം. നോർമൽ ബ്ലഡ് ഫ്ലോ അറിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ അറിയുന്നതായിരിക്കും. ഒരുവിധ ആളുകൾക്കൊക്കെ നോർമൽ ഹാർട്ട് ബ്ലഡ് ഫ്ലോ അറിയാമായിരിക്കും, അങ്ങനെയുള്ളവർക്ക് എളുപ്പമാണ്. ഇവിടെ ഇത് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ട്. സോ ദ റൈറ്റ് വെൻട്രിക്കിൾ വിൽ ബി, ദ മസിൽസ് വിൽ ബി തിക്ക് ഹിയർ because of right ventricular hypertrophy. Then here it is overriding aorta. Aorta will be shifted just right, കുറച്ച് വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്, ജസ്റ്റ് അബവ് ദ VSD, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിന്റെ ഓവർ ആയിട്ടാണ് കിടക്കുന്നത് അയോട്ട. സോ ലാർജ് VSD is there, large ventricular septal defect is there, and right ventricular hypertrophy is there, and overriding aorta is there, and pulmonic stenosis. That is the 4 condition. Pulmonic stenosis ഉണ്ട് ഇവിടെ. ഇപ്പൊ നാരോ ഓപ്പണിംഗ് ടു ലങ്സ്, ഇവിടെയാണ് പൾമോണിക് സ്റ്റെനോസിസ് ഉള്ളത്. അതുപോലെ ഓവർറൈഡിങ് അയോട്ട ഇവിടെയുണ്ട്. അയോട്ട ജസ്റ്റ് ഓവർ ദ VSD മുകളിലാണ് കിടക്കുന്നത്. VSD ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്, ലാർജ് ഓപ്പണിംഗ് ആണ്, അതിന്റെ മുകളിലാണ് ഓവർറൈഡിങ് അയോട്ട കിടക്കുന്നത്. ദെൻ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. So 4 condition, that is right ventricular hypertrophy, overriding of aorta, pulmonic stenosis and ventricular septal defect. ആ ഒരു 4 കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഇവിടെ മർമർ ബിക്കോസ് ഓഫ് പൾമോണിക് സ്റ്റെനോസിസ് ആണ്. സോ ഹിയർ നമുക്കറിയാം ലാർജ് VSD ആണ്. ടെട്രോളജി ഓഫ് ഫാലറ്റിൽ ലാർജ് VSD ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ബ്ലഡ് പോകുന്നുണ്ട്, ഇവിടുന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടുന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്മൂത്ത് ആയിട്ട് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സോ മർമർ ഉണ്ടാകുന്നത് ഇവിടെ പൾമോണിക് സ്റ്റെനോസിസിലൂടെ ബ്ലഡ് പോകുമ്പോഴാണ്, അവിടെ നാരോ ആണ്. അപ്പൊ ആ ഓപ്പണിങ്ങിലൂടെ ബ്ലഡ് പോകുമ്പോഴാണ് പൾമോണിക് സ്റ്റെനോസിസിലാണ് മർമർ ഉണ്ടാകുന്നത്. അപ്പം മർമർ ചിലപ്പം എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദ്യം വരികയാണെങ്കിൽ പൾമോണിക് സ്റ്റെനോസിസിലാണ് ടെട്രോളജി ഓഫ് ഫാലറ്റിലുള്ള മർമർ ഉണ്ടാകുന്നത്. ഇനി സ്കാർമോത്ത് സൈൻ ഉണ്ടാകുന്നുണ്ട് ടെട്രോളജി ഓഫ് ഫാലറ്റിൽ. അടുത്തൊരു സൈനാണ് സ്കാർമോത്ത് സൈൻ. ഈ ഒരു സൈൻ പഠിച്ചു വെക്കുക. ഹിയർ ഇറ്റ് ഈസ്, you can place the finger like this. ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരേണ്ടതാണ്, പക്ഷേ ടെട്രോളജി ഓഫ് ഫാലറ്റ് കണ്ടീഷനിൽ there will be a bending, ഒരു ബെൻഡിങ് വരും. സോ സ്കാർമോത്ത് സൈൻ, ക്ലബ്ഡ് ഫിംഗേഴ്സ് ആയിരിക്കും. ഫെയിലർ ഓഫ് ത്രൈവ്, അപ്പൊ ഗ്രോത്ത് ഫെയിലർ ഉണ്ടാവും. എസ്പെഷ്യലി കുട്ടികൾ വളരാൻ വളരെയധികം താമസിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. A child is suffering from cyanotic heart disease is more comfortable in DAS position, high Fowler's position, knee chest position, prone position, supine position. Correct answer is knee chest position. knee chest position ആയിരിക്കും
ഒരു ചൈൽഡ് കൂടുതൽ കംഫോർട്ടബിൾ ആയിരിക്കുന്നത്. ബിക്കോസ് നീച്ചസ് പൊസിഷനിൽ ദർ വിൽ ബി ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ടു ദ ലങ്സ്. ഇപ്പം കുറച്ച് ഓൾഡർ ചൈൽഡ് ആണെങ്കിൽ, ടോഡ്ലർ അല്ലെങ്കിൽ ഓൾഡർ ഏജ് ചൈൽഡ് ഒക്കെ ആണെങ്കിൽ സ്ക്വാറ്റിംഗ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ബ്രിങ് ദ ചൈൽഡ്സ് നീ അപ്പ് ടൈറ്റ് അഗൈൻസ്റ്റ് ഹിസ് ഓർ ഹെർ ചെസ്റ്റ്. ദിസ് ഈസ് കോൾഡ് ദ നീ ചെസ്റ്റ് പൊസിഷൻ ഓർ ഹാവ് യുവർ ചൈൽഡ് സ്ക്വാറ്റ് ഡൗൺ. ദിസ് വിൽ ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ടു ദ ലങ്സ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇൻഫന്റിനെ പിടിക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻഫന്റിനെ എടുക്കാൻ വേണ്ടി ഡോക്ടർ പറയാറുണ്ട്. Next question, the one main cause of aortic stenosis in adulthood life is coronary artery disease, rheumatic fever, genetic problem, none of the above. Correct answer is rheumatic fever. Rheumatic fever is the main cause of aortic stenosis in adulthood life. Aortic stenosis എന്ന് പറയുമ്പോൾ എന്താണ്? അയോട്ട, നമ്മുടെ ആ ഒരു അയോട്ടയിലേക്കാണ് ബ്ലഡ്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇജക്ട് ചെയ്യുന്നത് അയോട്ടയിലേക്കാണ്. ആ ബ്ലഡ് ഫ്ലോ അവിടെ നാരോ ആവും, അല്ലെങ്കിൽ അങ്ങോട്ട് ഒബ്സ്ട്രക്ഷൻ ആവും. ദാറ്റ് ഈസ് അയോട്ടിക് സ്റ്റെനോസിസ്. അപ്പൊ ഓൾഡ് ഏജിൽ, ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ പ്രശ്നമില്ലെങ്കിൽ ഓൾഡ് ഏജിൽ റൊമാറ്റിക് ഫീവർ ഉണ്ടെങ്കിൽ അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ജനറ്റിക് പ്രോബ്ലം സാധാരണ ന്യൂ ബോണിൽ അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ടാകുന്ന ജനറ്റിക് പ്രോബ്ലം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ടാകാം. സോ ദാറ്റ് ഈസ് ദ ആൻസർ. യു ക്യാൻ ഡിസ്കസ്. Next slide. So aortic stenosis, narrowing of aortic valve resulting obstruction of blood flow from left ventricle to the ascending aorta during systole. അപ്പം ഒരു പിക്ചറിന്റെ സഹായത്തോടെ നമുക്ക് പഠിക്കാം. നാരോവിംഗ് ഓഫ് അയോട്ടിക് വാൽവ്. ഇവിടെ അയോട്ടിക് വാൽവ് സ്റ്റെനോസിസ് ആണ്. സ്റ്റെനോസിസ് ഓഫ് ദ അയോട്ടിക് വാൽവ്, ദാറ്റ് ഈസ് അയോട്ടിക് സ്റ്റെനോസിസ്. ദാറ്റ്സ് വൈ ഹിയർ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ട വഴി നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നോർമലായിട്ട് എത്തേണ്ടതാണ്. ബിക്കോസ് ഓഫ് അയോട്ടിക് സ്റ്റെനോസിസ് ഇവിടെ നിന്നുള്ള ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോ ഇവിടെ നാരോ ഒബ്സ്ട്രക്റ്റഡ് ആകുകയും മേ ബി വെരി ലോ എമൗണ്ട് ഓഫ് ബ്ലഡ് വിൽ പാസ് ത്രൂ ദ ഓൾ ഓഫ് അവർ ബോഡി. ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ നാരോനെസ്. എത്രമാത്രം നാരോ ആണോ അത്രയും കുറച്ച് ബ്ലഡേ പോവുകയുള്ളൂ. സോ നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നോക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എസ്പെഷ്യലി ന്യൂ ബോണിന് ഡിസ്നിയ ഉണ്ടാവും, ഓൺ എക്സർഷൻ സിവിയർ ഡിസ്നിയ ഉണ്ടാവും, ഡിസ്നസ്, ആൻജീന, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, പൾസ് റെഡ്യൂസ്ഡ് ഇൻ കരോട്ടിഡ് ആർട്ടറി. ഇപ്പൊ കരോട്ടിഡ് ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ പൾസ് വളരെ ഡിമിനിഷ്ഡ് ആവും. സോ നമുക്ക് ഫെയിൻനെസ് ഉണ്ടാവും, ബോധം പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം അയോട്ടിക് സ്റ്റെനോസിസ് മൈൽഡ് ആണെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ ഇത് അറിയാൻ കഴിയില്ല, പക്ഷെ നമുക്ക് പ്രായമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എക്കോ ഒക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയോട്ടിക് സ്റ്റെനോസിസ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നത്. ദിസ് ഈസ് ദ നോർമൽ അയോട്ടിക് വാൽവ്, ദിസ് ഈസ് ക്ലോസ്ഡ്. സോ സ്റ്റെനോസിസ് ഓഫ് അയോട്ടിക് വാൽവ്, ഹിയർ യു ക്യാൻ സീ ദ നാരോവിംഗ്. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്ലനേഷൻ. കോസസ് ഓഫ് അയോട്ടിക് സ്റ്റെനോസിസ് ഇൻ അഡൽട്ട് ലൈഫ്. ഇപ്പൊ അഡൽട്ട് ലൈഫിൽ അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. കാൽസ്യം ഡെപ്പോസിഷൻ ഇൻ അയോട്ടിക് വാൽവ്. അപ്പൊ നമുക്ക് അഡൽട്ട് ലൈഫിൽ നമുക്കറിയാം ബ്ലഡിൽ ഉള്ള പ്രധാന കോമ്പണന്റ് ആണ് കാൽസ്യം. അപ്പൊ കാൽസ്യം നമ്മൾ അയോട്ടയിലൂടെ ബ്ലഡ് ഇങ്ങനെ നിരന്തരം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്മോൾ എമൗണ്ട് ഓഫ് കാൽസ്യം slowly will deposit in the aortic valve. It may become large in the adulthood. So that will cause aortic stenosis in adult life. അപ്പൊ കാൽസ്യം ഡെപ്പോസിഷൻ, കാൽസ്യം അവിടെ അടിഞ്ഞു കൂടിയിട്ട് അയോട്ടിക് വാൽവിൽ അടിഞ്ഞു കൂടുമ്പോൾ ഭാവിയിൽ അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. യൂഷ്വലി അയോട്ടിക് വാൽവില് 3 കസ്പ്സ് ആണുള്ളത്. ദർ ആർ 3 കസ്പ്സ് ഇൻ അയോട്ടിക് വാൽവ് നോർമലി. ബട്ട് ചില ന്യൂ ബോണിൽ 2 കസ്പ്സ് ആയിരിക്കും. അപ്പൊ അത് തുടക്കത്തിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഒരു അഡൽട്ട്ഹുഡ് ലൈഫിലേക്ക് വരുമ്പോൾ that congenital heart disease leads to aortic stenosis. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ദെൻ റുമാറ്റിക് ഫീവർ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. റുമാറ്റിക് ഫീവറിൽ ഒരു സ്കാർ ഉണ്ടാവും, ആ അയോട്ടിക് വാൽവിൽ ഒരു സ്കാർ വരികയും അത് ഭാവിയിൽ പിന്നീട് മിഡിൽ അഡൽട്ട്ഹുഡിലേക്കൊക്കെ പോകുമ്പോൾ ആ സ്കാർ വലുതാകുക, അവിടെ അടഞ്ഞുകൂടുകയും ചെയ്യുന്നു. ദാറ്റ് ലീഡ്സ് ടു അയോട്ടിക് സ്റ്റെനോസിസ്. അപ്പൊ നിങ്ങളിത് പഠിച്ചു വെക്കുക. അതുപോലെ റുമാറ്റിക് ഫീവറിൽ സാധാരണ കാണുന്നത് പൾമോണറി സ്റ്റെനോസിസും അല്ലെങ്കിൽ പാറ്റൻ ഡക്ടസ് ആർട്ടീരിയോസിസുമാണ്. റുമാറ്റിക് ഫീവർ കണ്ടീഷനിൽ
സാധാരണ ഉണ്ടാകുന്ന പ്രോബ്ലം പൾമോണിക് സ്റ്റെനോസിസും പാറ്റേൺ ഡക്ടസ് ആർട്ടീരിയോസസുമാണ്. PDA എന്നുള്ള കണ്ടീഷനും പൾമോണിക് സ്റ്റെനോസിസുമാണ് സാധാരണ കാണാറുള്ളത്. പക്ഷേ ഇറ്റ് വിൽ അഫക്ട് അയോട്ടിക് വാൽവ് ഓൾസോ. സോ ദ ട്രീറ്റ്മെന്റ് ഈസ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ്. ഇതൊരു മൈനർ പ്രൊസീജിയർ ആണ്. ഫിമോറൽ ലൈനിൽ ഒരു ട്രാൻസ് കത്തീറ്റർ ഇട്ട് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ്. അങ്ങോട്ട് ഒന്ന് പഠിച്ചു നോക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കൺജനിറ്റൽ ഹാർട്ട് അബ്നോർമാലിറ്റി ഇൻ ചൈൽഡ്: ventricular septal defect, atrial septal defect, TOF, that is tetralogy of Fallot, pulmonic stenosis. Correct answer is ventricular septal defect. Most common congenital heart disease ആണ് ventricular septal defect. So last slide, VSD യെ പറ്റിയാണ് ഈ ഒരു സ്ലൈഡ് പറയുന്നത്. ventricular septal defect 3 per 1000 birth. അപ്പം അതാണ് അതിന്റെ ഒരു 3 കുട്ടികളാണ്, 1000 കുട്ടികളിൽ 3 കുട്ടികൾ. സിംറ്റംസ്: പുവർ ഈറ്റിംഗ് ഓർ ഫെയിലർ ടു ത്രൈവ്, ഫാസ്റ്റ് ബ്രീത്തിങ്, ദർ വിൽ ബി ഫാസ്റ്റ് ബ്രീത്തിങ്. ഐ വിൽ ഡിസ്കസ് വിത്ത് ദിസ് പിക്ചർ. കോംപ്ലിക്കേഷൻസ്: ലാർജ് ഓർ മീഡിയം VSD. ഇപ്പം ഞാൻ ഈ ഒരു പിക്ചറിന്റെ സഹായത്തോടെ പറയാം. ഈ ഒരു പിക്ചറിൽ ദിസ് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഹിയർ ഇറ്റ് ഈസ് റൈറ്റ് വെൻട്രിക്കിൾ, ഹിയർ ഇറ്റ് ഈസ് റൈറ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് ആട്രിയം. So there is a VSD here. VSD means opening between the right ventricle and left ventricle. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നോർമലി നമ്മുടെ ബ്ലഡ് അയോട്ടയിലേക്കാണ് പോകേണ്ടത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് VSD ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ഓക്സിനേറ്റഡ് ബ്ലഡ് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയുള്ള റൈറ്റ് വെൻട്രിക്കിലുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബ്ലഡ് സാധാരണ രീതിയിൽ അയോട്ടയിൽ ഇങ്ങനെ മിക്സിങ് നടക്കാറില്ല. പക്ഷെ ഇവിടെ മിക്സി വന്നിട്ട് നേരെ പൾമോണറി വാൽവ് വഴി ലങ്സിലേക്കാണ് പോവുക. അപ്പം ദർ വിൽ ബി എക്സ്ട്രാ എഫോർട്ട് ടു ദ ലങ്സ് ആൻഡ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിനും ലങ്സിനും കൂടുതൽ പണി വരികയാണ് ചെയ്യുന്നത്. കാരണം പൾമോണറി ആർട്ടറിയിലൂടെ കൂടുതൽ ബ്ലഡ് പോയിട്ട് ലങ്സിനും ഹാർട്ടിനും കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഈ കേസിൽ പൾമോണറി ഹൈപ്പർ ടെൻഷൻ വരും ബിക്കോസ് ഓഫ് more amount of blood in pulmonary artery. So that cause pulmonary hypertension. Points ആണ് VSD യിൽ pulmonary hypertension ഉണ്ടാകുന്നു. Then sometimes this blood will come back to the left ventricle. That is reversal of blood flow. Cause Eisenmenger syndrome. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Eisenmenger syndrome ഉണ്ടാകുന്നുണ്ട് because reversal of blood flow. ഇവിടെ സിസ്റ്റമിക് ബ്ലഡ് സർക്കുലേഷനും അതുപോലെ പൾമോണിക് സർക്കുലേഷനുമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മിക്സിങ് വരുമ്പോഴാണ് എയ്സൻമെഞ്ചർ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഈ ഒരു സിൻഡ്രോം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം മിക്കവാറും തന്നെ സർജറി ഒന്നും വേണ്ടി വരില്ല. സർജറി ഒന്നും ഡോക്ടേഴ്സ് സാധാരണ രീതിയിൽ ചെയ്യാറില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് എയ്സൻമെഞ്ചർ സിൻഡ്രോം. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. സാധാരണ രീതിയിൽ VSD നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അൺട്രീറ്റഡ് VSD കോസ് എയ്സൻമെങ്കർ സിൻഡ്രോം. ബട്ട് VSD ഒക്കെ ആണെങ്കിൽ നോർമൽ ഒരു സ്മോൾ VSD ഒക്കെ ആണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് ട്രീറ്റ്മെന്റ്. അത് അങ്ങനെ തന്നെ അടഞ്ഞു പോകും. പക്ഷെ ഒരു മീഡിയം VSD അല്ലെങ്കിൽ ഒരു ലാർജ് VSD ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, സർജറി ചെയ്യേണ്ടതുണ്ട്. അതർവൈസ് ഇറ്റ് മേ ലീഡ്സ് ടു എയ്സൻമെങ്കർ സിൻഡ്രോം. മനസ്സിലായി എന്ന് കരുതുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.